ഇതെല്ലാം കണ്ട് ഭയപ്പെട്ട് ഭാരതത്തിലെ ക്രിസ്ത്യാനികൾ സുവിശേഷം മടക്കി വയ്ക്കുമെന്ന് സജീവമായി യേശുക്രിസ്തു രക്ഷിതാവെന്ന് പറയാൻ ഞങ്ങളുടെ നാവുകൾക്ക് ബലമുണ്ട്. അത് തുടരും. ബഹുമാനത്തോടും ആദരവോടും മറ്റുള്ളവരെ കണ്ട് മറ്റ് വിശ്വാസങ്ങളെ മാനിച്ച് ഈ ശുശ്രൂഷ തുടരും. ഈ രാജ്യത്തെ പാവപ്പെട്ടവരുടെ ഇടയിൽ അവസാനത്തെ ക്രിസ്ത്യാനി അവശേഷിക്കുന്നതുവരെ ക്രിസ്തീയ സഭ ഇവിടെ ഉണ്ടാകും എന്ന് പരസ്യമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഭരണാധികാരികൾ ഈ വിഷയത്തിൽ ഇടപെട്ട് നീതി നടപ്പാക്കുവാൻ സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, ഞാനൊരു വാക്ക് പറയുന്നതിന് മുൻപ് നിങ്ങളോട് സ്നേഹത്തോടെ ഒരു കാര്യം നിർദ്ദേശിക്കുകയാണ്. ഇവിടെ ഇന്ന് 100 കണക്കിന് നമ്മുടെ സിസ്റ്റേഴ്സ്, സന്യാസിനികൾ, സഹോദരിമാർ സന്നിഹിതരാണ്. ഈ ഭാരതത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും നിസ്വാർത്ഥമായ സേവനമനുഷ്ഠിക്കുന്ന നമ്മുടെ സകല സന്യാസിനികളെയും ഛത്തീസ്ഗഡിലെ ദുർഗിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന 2 സഹോദരിമാരെയും ചേർത്ത് നിങ്ങൾ കരഘോഷമുയർത്തി അവരോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കണം എന്ന് ഞാൻ ആഹ്വാനം ചെയ്യുന്നു. അവരുടെ നിസ്വാർത്ഥമായ സേവനങ്ങൾക്ക് മുൻപിൽ